28ാം ഓണാഘോഷം കേരളത്തിൽ മറ്റെവിടത്തെക്കാളും ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത് നമ്മുടെ ഓച്ചിറയിലാണ്. കാലഭൈരവനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അടിപൊളിയാണ്. ഇവരെ കണ്ടിട്ടുണ്ടോ മുമ്പ് ഇങ്ങനെ? കണ്ടിട്ടുണ്ട്. 28ാം ഓണാഘോഷം കേരളത്തിൽ മറ്റെവിടത്തെക്കാളും ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത് നമ്മുടെ ഓച്ചിറയിലാണ്. ഓച്ചിറ പടനിലത്തേക്ക് കാലഭൈരവന്റെ എഴുന്നള്ളത്താണ്. ഇപ്പോൾ സമയം 3 മണിയായിരിക്കുന്നു. ഏകദേശം നമുക്കറിയാം അല്പസമയത്തിനകം തന്നെ പടനിലത്തേക്ക് ഈ പടുകൂറ്റൻ ഈ കാലഭൈരവനെയും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള വലിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കാലഭൈരവന്റെ ആൾക്കാരാണോ? ആണോ? എങ്ങനെയാണ് നമ്മുടെ ഓണാട്ടുകരയിൽ കാലഭൈരവൻ വരുമ്പോൾ നോക്കി കാണുന്നത്? നമുക്ക് ചെറിയൊരു ഇത് അടിച്ചു പൊളിച്ച് കഴിഞ്ഞ വർഷത്തെക്കാളും ഗംഭീരമൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം കാലഭൈരവൻ നാട്ടുകരയിലെ ഓണാട്ടുകരക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള. എങ്ങനെയാണ് നമ്മുടെ കാലഭൈരവനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അടിപൊളിയാണോ? അതെ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ആദിനാട് അല്ലേ? അപ്പൊ എല്ലാ വർഷവും വരാറുണ്ടോ? കാണുമ്പോ ശരിക്കും പറയാം നമുക്ക് ഒരു ഫോണിലൂടെ അല്ലെങ്കിൽ വിഷ്വലി കാണുന്നതിനേക്കാളും നേരിട്ട് കാണുന്നൊരു അല്ലേ? ഇവരെ കണ്ടിട്ടുണ്ടോ മുമ്പ് ഇങ്ങനെ? കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ളവർ നാട്ടുകാരൊക്കെ തന്നെ വലിയ ആകാംക്ഷയിലാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. കേട്ടോ, ഇവിടുത്തെ നാട്ടുകാരനാണോ? എങ്ങനെയാണ് നമ്മുടെ കാലഭൈരവന്റെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു 28ാം തീരാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഉണ്ടായ ഒരു അപകടം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പടുകൂറ്റനായിട്ട് വന്നപ്പോ എന്താ ഇരട്ടി പവറിലേക്ക് വന്നല്ലേ? ആണോ? ഇനിയും വരും. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഇവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഓണാട്ടുകരയിലെ ഉത്സവം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി അടുത്ത വർഷത്തേക്കുള്ള വലിയ കാത്തിരിപ്പാണ്. കാലഭൈരവനടക്കം അതോടൊപ്പം തന്നെ ഓണാട്ടുകര കതിരവനടക്കം 100 കണക്കിന് പടുകൂറ്റൻ കാളകൾ പടനിലത്തേക്ക് എത്തുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്.